ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ മഴയാ. നമുക്കൊരുമിച്ച് വീണ്ടും കാണുവാനൊരവസരം കിട്ടിയല്ലോ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും, അല്ലേ? എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ കൂടെ, എൻ്റെ അനിയൻ എൻ്റെ കൂടെ, എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയാണ് നമുക്കുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവരാരും നമ്മുടെ കൂടെ കാണത്തില്ല. നമ്മൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരൊറ്റ മനുഷ്യനും നമ്മുടെ കൂടെ കാണത്തില്ല. നമ്മൾ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. നമ്മൾ മാത്രമേ നമ്മുടെ കൂടെ കാണത്തുള്ളൂ. കൂട്ടുകാരുണ്ടാവും എന്ന് നമ്മൾ കരുതും, സുഹൃത്തുക്കളുണ്ടാവും എന്ന് കരുതും. അതൊക്കെ വെറുതെയാണ്. ഒരു കൂട്ടുകാരന്, ഒരു സുഹൃത്ത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കാണത്തില്ല. ആ വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങളെ തരണം ചെയ്യാനും ആ പ്രതിസന്ധികളെ നേരിടാനും നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നിൽക്കുന്നിടത്ത് കാലുറപ്പിച്ച് നിൽക്കണം, വീഴാതെ വണ്ണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നടന്നു പോകാൻ പറ്റത്തുള്ളൂ. ആരെയും അമിതമായി ആശ്രയിക്കരുത്. ഒരു കാര്യത്തിനും ആരെയും അമിതമായിട്ട് ആശ്രയിക്കരുത്. നമ്മൾക്ക് തന്നെ സ്വയം ചെയ്യാൻ ഒരു കഴിവുണ്ട്. അതിനുള്ള ഒരു സൂപ്പർ നാച്ചുറൽ പവർ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം ഏത് വിഷയവും ഫേസ് ചെയ്യാനും ആ വിഷയത്തിനെ തരണം ചെയ്യാനും ഉള്ള ഒരു സൂപ്പർ നാച്ചുറൽ പവർ നമ്മുടെ ഉള്ളിലുണ്ട് എന്നൊരു തോന്നലും ഉണ്ടായിരിക്കണം. ആ പവറിൽ നിന്ന് നമ്മൾ ദിവസവും നമ്മുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകണം. അമിതമായിട്ടൊരു വിഷയത്തിനും, സാമ്പത്തിക കാര്യങ്ങളായിക്കോട്ടെ, ജോലി കാര്യങ്ങളായിക്കോട്ടെ, മറ്റുള്ള ഏത് വിഷയങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം ഒരു പ്രശ്നപരിഹാരം എൻ്റെയും നിങ്ങളുടെ ഉള്ളിലുണ്ട്. മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോഴാണ് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അവരെൻ്റെ കൂടെ നിന്നില്ല എന്നൊക്കെ ഒരു വിഷയത്തിൽ വരുമ്പോഴാണ് നമ്മൾ തളർന്നു പോകുന്നത്, നമ്മൾ വീണു പോകുന്നത്. എന്നാൽ എനിക്ക് തന്നെ ഇതെല്ലാം തരണം ചെയ്യാനുള്ള കഴിവുണ്ട്, എനിക്ക് തന്നെ ഇതെല്ലാം ചെയ്യാൻ സാധിക്കും എന്നൊരു ഉറപ്പ് എൻ്റെയും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു വിഷയത്തിന് നമ്മളെ തളർത്താൻ പറ്റത്തില്ല. ഒരു വിഷയത്തിനും നമ്മുടെ മുന്നിൽ നിൽക്കാൻ പറ്റത്തില്ല. എല്ലാ വിഷയത്തിൻ്റെ മുന്നിലും നമ്മൾ ജയാളിയായി നിൽക്കും. ഇന്ന് പകലും ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുക, ആരുടെയും മുമ്പിൽ തലകുനിക്കരുത്. തലകുനിക്കേണ്ടത് ഒരുവൻ്റെ മുമ്പിൽ മാത്രം, നമ്മുടെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ നമ്മൾ തലകുനിക്കാവൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ തലകുനിച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ഞ് യാചിക്കരുത് ഒരു കാര്യത്തിനും. കാരണം എൻ്റെയും നിങ്ങളുടെ ഉറപ്പാണ് മറ്റുള്ളവർക്ക് നമ്മളിലുണ്ടാകുന്ന വിശ്വാസം. സോ ഇന്നത്തെ പ്രഭാതം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് രാവിലെയും നിങ്ങൾ ജോലിയിലായിക്കോട്ടെ, മറ്റേത് വിഷയങ്ങളിലേക്കും വ്യാപൃതരാകുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം, നിങ്ങളെ നടത്തുവാൻ ഒരുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അത് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഏത് രീതിയിലും ആയിക്കോട്ടെ, പക്ഷെ അമിതമായിട്ട് ആശ്രയിക്കാതെ നിങ്ങളെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഓരോ ചുവടും മുന്നോട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടും. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.